കാനാൻകാരി തൻ്റെ മകൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോട് യാചിക്കുക. വിശ്വാസത്തോടെയുള്ള ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാകേണ്ടത്. ആ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടു കൂടി ആ വ്യക്തി കണ്ണുനീരോടെ ബലിവേദിയിൽ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. വിശ്വാസത്തിന്റെ പിതാവ് നസ്രത്തിലെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന, എന്നും ദേവാലയത്തിൽ വരുന്ന, ദൈവത്തിൻ്റെ ആ കാലിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ കുടുംബം കർത്താവ് പരിപാലിച്ചു കൊണ്ടുപോകുന്ന കുടുംബമായിട്ട് മാറും. പലപ്പോഴും ഈ കാനാൻകാരിയെ പോലെ നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ നടന്ന് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. അപ്പോഴേക്കും നമ്മൾ തളർന്നു വീഴും. അപ്പോഴേക്കും നമ്മൾ ഒന്നുമല്ലാതായിട്ടും. നമ്മുടെയൊക്കെ വിശ്വാസം അങ്ങനെയാ. എന്നാൽ ഈ കാനാൻകാരിയുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുക, എങ്ങനെയുണ്ട് എൻ്റെ വിശ്വാസം? എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രമാണോ തീഷ്ണത കൂടുക? അല്ലെങ്കിൽ ആഴമേറി പൂർണ്ണമായിട്ട് കൊടുത്തുകൊണ്ട് എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. നിന്റെ കുടുംബത്തിലെ വിശ്വാസത്തോടെ കുടുംബത്തിന് വേണ്ടി കരയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ. കാനാൻകാരിയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഔസേപിതാവ് ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ ഓരോരുത്തരും അമ്മയാകാം, അപ്പനാകാം, കാനാൻകാരിയെ പോലെ ഔസേപിതാവിനെ പോലെയാകാം.